നന്മയോടെ പ്രവർത്തിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ 24 സംവത്സരങ്ങൾ ദൈവരാജ്യ മഹത്വത്തിനായി വ്യക്തിയായി കുടുംബമായി നിൽപ്പാൻ കഴിഞ്ഞു. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. 25ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച ബഹുമാനപ്പെട്ട അച്ഛന് എല്ലാവിധമായ നന്മകൾ, ദൈവിക സാന്നിധ്യം, ദൈവകൃപകൾ ആശംസിക്കുന്നു. ഇവിടെ ഒരു പുരോഹിതൻ ആരായിരിക്കണം, എങ്ങനെയായിരിക്കണം? 3-ാം അധ്യായത്തിൽ ഒരു പുരോഹിത സംഘത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യോർദാന്റെ സമീപത്ത് എത്തി നിൽക്കുകയാണ്. ഇരു കരകളും കവിഞ്ഞൊഴുകുന്ന നദിയാണ്. യോശുവ ജനത്തെ നയിച്ചുകൊണ്ട് യോർദാനെ കടക്കേണ്ട ആ ഒരു വലിയ അനുഭവത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോ ആ യോർദാൻകരയെ എത്തി നിൽക്കുന്ന ആ വലിയ സമൂഹത്തിൽ ദൈവത്തിന്റെ നിയമപെട്ടകം ചുമക്കുന്ന ലേവ്യ ഗോത്രത്തിൽപ്പെട്ട പുരോഹിത ശ്രേഷ്ഠന്മാരെ കുറിച്ച് പറയും. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. അതിലെ 14-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ജനം യോർദാൻ കര കടപ്പാൻ തങ്ങളുടെ കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ജനത്തിന് മുൻപായി പെട്ടകം ചുമന്നുകൊണ്ട് യോർദാൻ അരികെ വന്നു. ഇനി വാക്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ലഭിക്കുന്ന ചില ചിന്തകളെ നിയമപെട്ടകം ചുമക്കുന്നവരാണ്. ചുമക്കുക എന്ന് പറയുന്ന ആ വാക്കിന് അതിൻ്റെതായ അർത്ഥതലങ്ങളുണ്ട്. ഭാരം ചുമക്കുക, ദൈവത്തിന്റെ നിയമപെട്ടകം ചുമക്കുക, അത് ഭാരമേറിയത്. ഇന്ന് അഭിവൃദ്ധിക്ക് വേണ്ടി കൃപാനന്ദിയുടെ പ്രസംഗത്തിലും അത് സൂചിപ്പിച്ചു. ചിലതിനെയൊക്കെ വിട്ടുകളയാതെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പോൾ ആരാണ് ഈ നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതൻ? അവന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തോട് അവൻ ഗാഠമായി ചേർത്ത് പിടിച്ച പലതിനെയും വിട്ടുപിരിഞ്ഞ ഒരുവനാണ് ഈ പുരോഹിതൻ. ശരിയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും അപ്രകാരമുള്ള വിട്ടുപിരിയലിന്റെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ നിയമപെട്ടകം ചുമക്കുക, ആ ചുമക്കുക എന്നത് ഭാരം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് വിട്ടുപിരിയുന്ന മനസ്സും ഭാരം ഏറ്റെടുക്കുവാൻ വേണ്ടി സ്വയമായി തയ്യാറാക്കുന്ന മനസ്സിന്റെ ഉടമസ്ഥനുമാണ് പുരോഹിതൻ. ഇനിയും വീണ്ടും യോർദാൻ അരികെയാണ്. പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് പിന്മാറുന്നവനല്ല പുരോഹിതൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനമാണ്, ഇരു കരകളും കവിഞ്ഞൊഴുകുന്ന യോർദാൻ മനസ്സിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരാം.
അസാധ്യമെന്ന് കരുതി പിന്തിരിയുകയാണ് നല്ലത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർ ഒരിക്കലും യോർദാൻ അരികെ എത്തുകയില്ലായിരുന്നു. ഇവിടെ പറയുന്നത് ഈ പുരോഹിതന്മാർ നിയമഘട്ടവും ചുവന്ന് യോർദാൻ അരികെ വന്നു. കാരണം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതത്തിന്റെ യാത്രയാണത്. കരകവിഞ്ഞൊഴുകുന്ന നദിയാണ്. എന്നാൽ ഞങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന വിശ്വാസം അത് കണ്ണ് കാണുന്നതും ചെവി കേൾക്കുന്നതും ഏതെങ്കിലും മനുഷ്യഹൃദയങ്ങളിൽ നിരൂപിക്കപ്പെട്ടതും ഒന്നുമല്ല. അതിലൊക്കെ അതീതമായ ദൈവവിശ്വാസം. God will lead us. He is the one who called us. അവരാണ് ഞങ്ങളെ വിളിച്ചത്, അവരാണ് ഞങ്ങളെ നയിക്കുന്നത്. അസാധ്യതകൾ മുമ്പിലുണ്ടെങ്കിലും അവൻ ഞങ്ങളെ ഇതിന്റെ മധ്യത്തിൽ നയിക്കുവാൻ ശക്തനാണ്. വിശ്വാസത്തിന്റെ തിളക്കം കണ്ണുകൾക്കുള്ളിൽ മാത്രമല്ല, പിന്നെയോ ഹൃദയത്തിന്റെയും മനസ്സുകളിലെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പുരോഹിതൻ അവന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. അഗാധമായി ചിന്തിക്കേണ്ട ഭാഗങ്ങളാണ്. പക്ഷെ സമയം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു വിടുകയാണ്. നശിച്ചു പോകാൻ സാധ്യതയുള്ള യോർദാൻ നദിയുടെ നടുവിൽ അവർ നിൽക്കുകയില്ല. എങ്ങനെ? അവർ ഉറച്ചു നിന്നു. അപ്പോൾ വേറൊരു ചെറുപടി നാം മനസ്സിലാക്കണം. പുറപ്പാടിന്റെ നോക്കുമ്പോഴും അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മോശയുടെ നേതൃത്വത്തിൽ ദൈവത്തിന് വിമോചനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുമ്പോൾ ഫറവോ അവന്റെ ഹൃദയം കാഠിന്യപ്പെടുകയാണ്. അവൻ സൈന്യത്തെ അയക്കുകയാണ്. എപ്പോഴാണ്? ദൈവജനത്തിന്റെ വിമോചനത്തിന്റെ അനുഭവത്തിലാണ്. അപ്പോൾ അതിന്റെ നടുവിൽ നിൽക്കുവാൻ ചപ്പുറപ്പുള്ളവരാണ് പുരോഹിതൻ. സാഹചര്യങ്ങളെ കണ്ട്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ കണ്ട് അതിനു വഴങ്ങി ജീവിതത്തെ നയിക്കുന്ന ഒന്നല്ല ഇത്. നടുവിൽ നിൽക്കുവാനുള്ള ഒരു ചക്രമാണ്. എപ്പോഴാണ്? സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമാകുമ്പോഴല്ല, സാഹചര്യങ്ങളെല്ലാം ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമായിരിക്കുമ്പോഴും അതിന്റെ നടുവിൽ നിൽക്കുവാൻ കാരണമുണ്ട്. ഈ ദൈവജനം തങ്ങൾ പ്രതികൂലമായ സാഹചര്യത്തിൽ, തങ്ങളുടെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്ന ഒരു ദൈവത്തെ കണ്ടവരാണ്. പുരോഹിതൻ അവൻ നടുവിൽ നിൽക്കേണ്ടവരാണ്. ഇനിയും വീണ്ടും 25-ാം സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. തുടർന്നുള്ള നാളുകളിലെ ശുശ്രൂഷാ രംഗങ്ങളിൽ ശക്തമായ രീതിയിൽ ശുശ്രൂഷകൾ നിർവഹിക്കാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട അച്ഛനെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. വിശ്വാസ കണ്ണുകൾ കൊണ്ട്
ക്രിസ്തുവിനെ നിരന്തരം കണ്ടുകൊണ്ട് പാദങ്ങൾ ക്രിസ്തുവിൽ ഉറപ്പിച്ചുകൊണ്ട് മനസ്സ് കർത്താവിൽ ഉറപ്പിച്ചുകൊണ്ട് പാദങ്ങൾ ഇടറാതെ മനസ്സ് പതറാതെ എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിലും മതിയായവനാവുന്നു എന്ന ചിന്തയോടുകൂടെ ശുശ്രൂഷ നയിക്കപ്പെടുവാൻ തുറന്നുള്ള നാളുകളിൽ തുറന്നുള്ള ദിനങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. എല്ലാവരും